ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസവും പ്രൈസ് ബുള്ളിഷാണ്. ഈ മാസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കഴിഞ്ഞ ആഴ്ച പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എക്കണോമിക് കലണ്ടറിലെ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഒന്നും അല്ല ഇപ്പോൾ പ്രൈസ് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ട്രംപിൻ്റെ പല പ്രസ്താവനകളാണ് വളരെ നല്ലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ തരുന്നുണ്ട്. പക്ഷേ അത് എക്കണോമിക് കലണ്ടറിലും കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം. അപ്പോൾ നിങ്ങൾ യു എസിലുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ട്രേഡ് എടുക്കുന്ന ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് നോക്കാനായിട്ട്. പിന്നെ നമുക്ക് നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. പല ആൾക്കാരും ബിയറിഷിലേക്ക് പോകുന്നു. വേൾഡിൽ തന്നെ വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു ബിയറിഷിലേക്ക്. പക്ഷേ നമ്മൾ പറഞ്ഞു ബിയറിഷിലേക്ക് പോകാൻ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ അനാലിസിസ് പരമായിട്ട് പലതും കിട്ടണം. അല്ലാതെ വെറുതെ നമുക്ക് ബിയറിഷിലേക്ക് മൂവ് ചെയ്യാം അങ്ങനത്തെ ഒരു വർത്തമാനമില്ല. നമുക്ക് എന്ത് പറയണമെങ്കിലും കറക്റ്റായിട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ പഠിക്കാത്തത് എനിക്കും വേണമെങ്കിൽ എന്ന് പറയാം മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ പഠിച്ച സെറ്റപ്പ് അല്ലാതെ ഒരു ഇൻഡ്യൂഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. കറക്റ്റായിട്ട് പഠിച്ച് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് പോയി ഒരു $250 എന്തോ മാർക്കറ്റ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു, തിരിച്ച് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വീണത് എങ്ങനെയാണോ അതേപോലെ തന്നെ തിരിച്ച് കയറി. പ്രൈസ് ഇൻഎഫിഷ്യൻസി ആയിട്ട് പ്രൈസ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ന്യൂസിലേക്ക് വീണ് കഴിഞ്ഞാൽ തിരിച്ച് കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തന്നെയാണ് അവിടെ കണ്ടത്. നമുക്ക് 4 hourലൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. പക്ഷേ അങ്ങനത്തെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രൈസ് അവിടെ നിന്ന് ബിയറിഷിലേക്ക് പോകുക, 4 hourൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ എക്സ്ട്രീമിൽ വന്നിട്ട് പ്രൈസ് പോകുക, അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ നിന്നൊക്കെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. പ്രൈസ് അതിശക്തമായിട്ടാണ് ബുള്ളിഷിലേക്ക് കയറിയത്. അപ്പോൾ ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുള്ളിഷാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രൈഡേയിലൊക്കെ നല്ല ബൈ എൻട്രീസൊക്കെ തന്നു നമ്മുടെ സ്ട്രക്ചർ ബേസ്. നമുക്ക് മന്ത് എന്തായാലും നല്ല ബുള്ളിഷിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്തു. ഇനിയും ബുള്ളിഷിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 37 ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്ന 60 ആണ് അടുത്ത റെസിസ്റ്റൻസ്. 60ലും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 80 ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ 330 വരെ പോകാം. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ 80 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130 വരെ പ്രൈസ് മൂവ് ചെയ്യുന്നു. 130 വരെ പ്രൈസ് മൂവ് ചെയ്തില്ല. 130 എന്ന് പറഞ്ഞാൽ 130ക്ക് കൊണ്ടുവന്ന് ടാർഗറ്റ് വെക്കല്ലേ. ചിലപ്പോൾ ഒരു 15ഒക്കെ ആകുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് എടുക്കാൻ 20-25 സമയത്തൊക്കെ റെസിസ്റ്റൻസ്. അപ്പോൾ ആ ഒരു നല്ലൊരു പുൾ ബാക്ക്, ആ ബ്രേക്ക് ഔട്ട് പ്രോഫിറ്റ് എടുത്ത് മാറുക. നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അതൊരു IFC ക്യാൻഡിലായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ അതിൻ്റെ ഹൈയും ബോഡി ബ്രേക്ക് ചെയ്താൽ പോയത്. ഹൈ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ സപ്പോർട്ട് എടുക്കുക ചെയ്യേണ്ടത്. ലോ ബ്രേക്ക് ചെയ്യേണ്ടതിന് ലോ വീക്ക് ബ്രേക്ക് നടത്തി ഹൈ ബോഡി ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഈ നെക്സ്റ്റ് വീക്കും പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളൊരു കൺഫർമേഷനാണ് നമുക്ക് തരുന്നത്. നമുക്ക് ഡേയിലേക്ക് വന്ന് നോക്കാം. ഡേയിലേക്ക് വന്ന് കഴിയുമ്പോൾ പ്രൈസ് നമുക്ക് പുതിയ ബ്രേക്ക് ഫ്രക്ചർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു ഡേയുടെ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. ഇപ്പോൾ ഓർഡർ ബ്ലോക്കുകളിൽ ഡേയുടെ ഓർഡർ ബ്ലോക്കുകൾ പലപ്പോഴും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടാകുന്നത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ പ്രൈസ് ടച്ച് ചെയ്തു, മൂവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ വീണ് 3 ദിവസം നോക്കിയാൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്തു 955. കണ്ടോ എവിടം വരെ കയറിയിരുന്നത് 165. അപ്പോൾ ഏകദേശം 170. പ്രൈസ് നല്ല ഏകദേശം 200 വിപ്പിന് മേളിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടി അല്ലേ. നല്ല മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അതിനുശേഷം പ്രൈസ് 18 ബ്രേക്ക് ചെയ്തു, കയറി. നെക്സ്റ്റ് 13 ബ്രേക്ക് ചെയ്തു, 213 ബ്രേക്ക് ചെയ്തു. നമ്മൾ പറഞ്ഞ 213 ബ്രേക്ക് ചെയ്തു പ്രൈസ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 3 ദിവസമായിട്ട് നല്ല ബുള്ളിഷ് തന്നെയായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയതിനേക്കാൾ നല്ല ബുള്ളിഷാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പൊസിഷനിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ സെക്ഷനിലൊക്കെ നമുക്ക് പ്രീവിയസ് ഡേയുടെ ഹൈ എടുക്കുമ്പോഴും സെക്ഷൻ്റെ ഹൈ എടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല സെല്ല് തരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഒന്നും തരാതെ തന്നെ ഫസ്റ്റ് കൺഫർമേഷനിൽ തന്നെ നമുക്ക് പോകുന്നുണ്ട്. അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നല്ലൊരു എക്സ്ട്രാ പ്രീമിയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സും എല്ലാവരും നല്ല പ്രോഫിറ്റിലാണ്. ആ പ്രോഫിറ്റിലായതുകൊണ്ട് തന്നെ പ്രൈസ് താഴേക്കും വീഴാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബിയറിഷിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് ഈ മൂവ്മെൻറ്റ്സ് എല്ലാം എടുത്ത്. ഇവിടെ നോക്കിയേ വിക്ക് ബ്രേക്ക് നടത്തി, വീണ്ടും വിക്ക് ബ്രേക്ക് നടത്തി, എന്നിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഇവിടെ ഒന്നും ബോഡി ബ്രേക്ക് നടന്നിട്ടില്ല. അപ്പോൾ പ്രൈസ് ഇവിടെ വന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, അതിൻ്റെ ഓർഡേഴ്സിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഓർഡേഴ്സിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡിസ്കൗണ്ടിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു ബൈ എടുത്തു. അതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. പ്രൈസ് ലാസ്റ്റത്തെ ഡേ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് ആ ഗ്യാപ്പ് പോലും എടുക്കാതെയാണ് പ്രൈസ് കയറിപ്പോയത്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. ഇനിയും ഇതേ കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഏതെങ്കിലും ഒരു ന്യൂസിലോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവനയിലോ എന്ത് ചെയ്യും, ഇതേപോലെ $250 താഴേക്കിടും. അവിടെ നിന്ന്
വീണ്ടും ഇതേപോലെ കയറി പോവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യും. ഇപ്പോൾ ഡേ സ്ട്രക്ചറിൽ ഇനിയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ പ്രൈസ് ഈ ബുള്ളിഷിൽ വന്ന് ഇതിൻ്റെ ഹൈ ബോഡി ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സമയത്തായിരിക്കും നല്ലൊരു ഡ്രോപ്പ് താഴേക്ക് വീഴുന്നത്, അല്ലാതെ പ്രൈസ് താഴേക്ക് വീഴില്ല. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വട്ടവും കൂടി യൂസ് ചെയ്യും. ആ വട്ടം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹൈ ബോഡി ബ്രേക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു 4 ഹവറിൻ്റെയോ അല്ലെങ്കിൽ ഒരു OBന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് താഴേക്കും വീഴുകയാണെങ്കിൽ അവിടെയായിരിക്കും പ്രൈസ് ബിയറിഷിലേക്ക് എത്താൻ പോകുന്നത്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ എന്താണ് നടന്നത് നമുക്ക് നോക്കാം. 4 ഹവർ നോക്കിക്കഴിയുമ്പോൾ 4 ഹവറിൽ പ്രൈസ് ബുള്ളിഷ് ബ്രേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. പ്രൈസ് നല്ല ശക്തമായിട്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് കയറിപ്പോകുന്നത് അല്ലേ. നമുക്ക് 1 ഹവറിൽ നോക്കാം. 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും 1 ഹവറിലും പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കുകയാണ്. ഒരേ പൊസിഷനിൽ തന്നെയാണ് പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 50 മിനിറ്റ് നല്ല ബുള്ളിഷിൽ നല്ല ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമുക്ക് 50 മിനിറ്റ് സ്ട്രക്ചർ അതായത് ഇവിടെ 50 മിനിറ്റിൻ്റെ ഡിസിഷൻ OB വന്നു. ഞാൻ ഓൾറെഡി ലൈവ് പറഞ്ഞത് ആ മോർണിംഗ് തന്നെ ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ബൈയിലേക്ക് എനിക്ക് ഇവിടെ നല്ലൊരു സെല്ല് കിട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റിസ്ക് എൻട്രി ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് നല്ല ബുള്ളിഷിൽ പ്രൈസ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ബുള്ളിഷ് ബിയിൽ ഒരു പ്രൈസ് വരികയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ബൈ ചെയ്യുക. ഫസ്റ്റ് ബൈ എന്നാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ ഫ്രൈഡേ മോർണിംഗ് അല്ലേ. നെക്സ്റ്റ് ബൈ നോക്കിയാൽ നമുക്ക് ഏകദേശം ആഫ്റ്റർനൂൺ കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടി. തേർഡ് ബൈ കണ്ടോ, ഇത് ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടില്ല, വിഗ് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. നൈറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 o'clock കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ബൈയും കിട്ടി. നല്ല ഈ 3 എൻട്രിയിൽ ഒരു എൻട്രി എടുത്താൽ മതി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ആകുന്നത് ഇനിയും ബുള്ളിഷിലേക്ക് തന്നെയാണ്, ബിയറിഷിലേക്കുള്ള നിങ്ങൾക്ക് ബൈയിലേക്കുള്ള എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അതെല്ലാം പരമാവധി യൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ എൻട്രികൾ, പിന്നെ നമ്മുടെ ഈ പറയുന്ന സെക്ഷൻ്റെ പ്രീവിയസ് ലോ ഇതിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതേപോലെ ഞാൻ നല്ല എൻട്രികൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ ഒരുപാട് എൻട്രികൾ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന എൻട്രികളും അതിൽ വരുന്ന വോയിസ് ഒക്കെ നിങ്ങൾ കേട്ട് അതേപോലെ തന്നെ ട്രേഡ് എടുക്കുക. കഴിഞ്ഞ ആഴ്ച മുതൽ 2-3 ആഴ്ചയായിട്ട് ഒരുപാട് പേർക്ക് റെഗുലറായിട്ട് ബിഗിനേഴ്സിന് പ്രോഫിറ്റ് വരുന്നുണ്ട്. അത് വളരെ സന്തോഷം. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുക. അല്ലാത്ത എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൈയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ സെല്ലിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം സെല്ലിലേക്ക് നോക്കാം. പ്രീവിയസ് സെക്ഷൻ്റെ ലോയൊന്നും പോയി ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് പ്രീവിയസ് ലോ തന്നെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നല്ല. സെല്ലിലേക്ക് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെക്കുക. ബ്രിട്ടീഷ് പൗണ്ടിൽ മന്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ബുള്ളിഷ്ഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസമായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷ് തന്നെ. നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പ്രൈസ് കഴിഞ്ഞ വീക്കിലുണ്ടാക്കിയ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാണ്, IFC ക്യാൻഡിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക് എനിക്ക് തോന്നുന്നു ഈക്വലോ ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. എന്നാൽ നമുക്കൊരു 50% വരെ നമുക്ക് പിടിക്കാം. എന്നാലും ഇവിടെ ലോ ബോഡി ബ്രേക്ക് ഉണ്ട്, ഹൈ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ രീതിയിൽ പ്രൈസ് താഴേക്ക് പോരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ ഒരു OBയിൽ പ്രൈസ് വന്നെയാണെങ്കിൽ നല്ല റിയാക്ഷൻ ഉണ്ടാവുമെന്ന്. പക്ഷേ ആ ഒരു OBയിലേക്ക് പ്രൈസ് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ക്യാൻഡിൽ ഉള്ളത് കൊണ്ട് ഇനി പ്രൈസ് ചിലപ്പോൾ മൺഡേ ടു നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ബിയറിഷിലേക്ക് ചെറുതായിട്ട് പ്രൈസ് ഇറങ്ങും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഉണ്ടാക്കി ഇൻഎഫിഷ്യൻസിയൊക്കെ പ്രൈസ് നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് പ്രൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി താഴേക്കാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ടല്ല, ചെറിയൊരു മൂവ്മെൻറ്റ്സിലായിരിക്കും പ്രൈസ് താഴേക്ക് വന്നത്. അപ്പോൾ ആ എൻട്രികൾ നോക്കുക. നമ്മുടെ ഡേ ആണെങ്കിലും ഏകദേശം നമ്മളെടുത്തൊരു ബ്രേക്ക് സ്ട്രക്ചർ വരാനായിട്ട് ഏകദേശം അടുത്തെത്തി. ചിലപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്യാതെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേയുടെ ഒരു ഓൾഡ് OB ഉണ്ട്, ഇതെന്തായാലും റിയാക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ട്രേഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടതാണ്. ഒരുപാട് പേര് ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയതാണ്. അതിൽ 1-2 പേരൊക്കെ അക്കൗണ്ടൊക്കെ പാസ്സാക്കിയ ആളുകളുണ്ട്. പക്ഷേ എനിക്കിത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ദിവസം ബ്രിട്ടീഷ് പൗണ്ട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 50-70 പിപ്പാണ്. പക്ഷേ ഇന്നിപ്പോൾ 100 പിപ്പും 150 പിപ്പും 200 പിപ്പ് വരെയൊക്കെ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു എൻട്രി കിട്ടിയത്. ആ സമയത്ത് തന്നെ 100 പിപ്പ് പ്രൈസ് മൂവ് ചെയ്തു. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഒക്കെയാണ്. ഞാൻ എപ്പോഴും പറയണം 20-25 പിപ്പിൽ എടുത്താൽ പോലും നിങ്ങൾ RR നോക്കുന്നത്, ഞാൻ RR ഒന്നും നോക്കാറില്ല. RR നോക്കുന്നവരാണെങ്കിൽ പോലും ഏകദേശം 1:10 കിട്ടും. ഇപ്പോൾ 15 പിപ്പിൽ പോലും നിങ്ങൾക്ക് 1:5 ഒക്കെ ഇതേപോലത്തെ എൻട്രികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും കറൻസികളുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു
മൂവ്മെൻറ്റ്സ് തന്നെ പ്രോഫിറ്റ് എടുത്ത് പോകാം. 30-ഓ 50-ഓ 60-ഓ 80-ഓ 100 നല്ല പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റിൻ്റെ OBയിലേക്ക് ഞാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് തന്നെയാണെങ്കിൽ ഞാൻ എന്തായാലും ബൈ എടുക്കാം. നമുക്ക് 1 ഹവറിൽ തന്നെയാണെങ്കിൽ 1 ഹവറിൽ പ്രൈസ് ചേഞ്ച് ഓഫ് കാർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി 1 ഹവറിൻ്റെ ഐഡിയം ഇതാണ് വരുന്നത്. ഈ ഐഡിയമിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ പ്രൈസ് റിയാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 50 മിനിറ്റിൽ OB ഉണ്ട്. ഈ OBയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബൈ നോക്കാവുന്നതാണ്. എന്നാൽ ഈ OB ഫെയിലായി പോകണേ ഞാൻ പറഞ്ഞില്ല. ബിയറിഷിലേക്കാണെങ്കിൽ പതിയായിരിക്കും ഇനി മൂവ് ചെയ്യുന്നത്. വളരെ ശക്തമായിട്ട് പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ നമുക്ക് ഇതാണ് 1 ഹവറിൻ്റെ 4 ഹവറിൻ്റെ OB എന്നല്ല 1 ഹവറിൻ്റെ OBയിൽ 4 ഹവറിൻ്റെ OBയിൽ തന്നെ 1 ഹവറിൻ്റെ OB ഉണ്ട്. 1 ഹവറിൽ ബുള്ളിഷ് ആണെങ്കിലും 4 ഹവർ ബിയറിഷാണ്. 1 ഹവറിൻ്റെ OBയിൽ നിന്ന് 5 മിനിറ്റിലാണ് നമ്മൾ ഫ്ലിപ്പ് വിത്ത് ഐഡിയം കിട്ടി. ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പാണ്. ഈ ഒരു എൻട്രി മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ അക്കൗണ്ടും എല്ലാ കാര്യങ്ങളും പാസ്സാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ യൂറോയിസ്റ്റിയിലേക്ക് പോവാം. കറൻസികൾക്ക് ഓൾറെഡി ബുള്ളിഷാണ്. ഇപ്പോൾ ട്രംപിൻ്റെ പല പ്രസ്താവനകൾക്കും യൂറോയിസ്റ്റിയും അതേപോലെ ബ്രിട്ടീഷ് പൗണ്ടും ഓസ്ട്രേലിയൻ ഡോളറൊക്കെയാണ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണുന്നുണ്ട് അല്ലേ. ഈ മാസം നോക്കിയ യൂറോയിസ്റ്റ് നല്ല പവർഫുള്ളായിട്ടാണ് മൂവ് ചെയ്ത് വന്നിരിക്കുന്നത്. നല്ല മൂവ്മെൻറ്റ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോയിസ്റ്റ് നല്ലൊരു വീഴ. ഇപ്പോൾ ഈ ലോയൊക്കെ ബോഡി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ലോയ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രീ ഈ ഒരു OBയിൽ തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടാവുന്ന നിങ്ങൾക്ക് ലോങ് ടൈം ചില. അപ്പോൾ ഈ ലോ വരെയൊക്കെ വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോയിസ്റ്റ് അങ്ങനെ കയറി വരില്ല. ശരിക്കും നല്ല പുൾ ബാക്ക് എടുക്കുക. അവർക്ക് അവിടെ നല്ല രീതിയിൽ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പല ന്യൂസും അവർക്ക് നെഗറ്റീവായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് വീഴുന്ന നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ നമ്മുടെ വീക്ക്ലി അനാലിസിൽ പറഞ്ഞൊരു എൻട്രിയാണ്. ഈ ഒരു ഇതിൽ വന്ന് മിറ്റിഗേഷൻ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ബൈ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പോയി. നല്ലൊരു എൻട്രി ആയിരുന്നു ആ ഒരാഴ്ചയിലത്തെ. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലും അവിടെ ഒരു OB ഉണ്ടായിരുന്നു അല്ലേ. 4 ഹവറിൻ്റെ OB ഇവിടെ താഴെയായിരുന്നു. അതിനുശേഷം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു OB ആയിട്ട് എടുക്കാമായിരുന്നു. ആ OBയിൽ നിന്ന് തന്നെയാണ് പ്രൈസ് കയറിപ്പോയി. 1 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമ്മുടെ യൂറോയിസ്റ്റിയുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് തന്നെ പ്രൈസ് കയറിപ്പോയാല. ഒരു ലോ എടുത്തു വീണ്ടും ചിലപ്പോൾ അതേ പൊസിഷൻ നമ്മളിവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് നമ്മളിത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും അത് ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് അടിച്ച് ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാനുള്ള. അപ്പോൾ ചിലപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ വരുമ്പോൾ മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ഒരു സെക്ഷൻ വരുമ്പോൾ മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ വീണ്ടും ആ ലോ എടുത്തിട്ട് പ്രൈസ് കയറിപ്പോകും. അപ്പോൾ നോക്കി തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഡയറക്ഷനിലേക്കും സെല്ലിലേക്കുള്ള സാധ്യതകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക. അതേപോലെ ബൈയിലേക്കുള്ള സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യുക. എനിക്ക് യൂറോയിസ്റ്റിയിൽ അത്രമേ പറയാനുള്ളൂ. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കാം. ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി മറ്റുള്ള ക്യാൻഡിലിൻ്റെ മന്ത് പോലെയല്ല ഇത്. ഒരു ലിക്വിഡിറ്റി എടുത്തു. പക്ഷേ ഇതൊരു പവർഫുൾ ലോയാണ്. അതുകൊണ്ടാണ് ഈ ലോ ബ്രേക്ക് ആകാത്ത. ഈ ലോ ഇനി ബ്രേക്ക് ആകണമെങ്കിൽ ഇച്ചിരി പണിയെടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ പെട്ടെന്നൊന്നും പോയൊന്നുമില്ല. ഇപ്പോഴും നല്ല ലിക്വിഡിറ്റി എടുത്തേക്കണത് തന്നെ ഒരു പുൾ ബാക്ക് ഓസ്ട്രേലിയൻ ഡോളറിന് കാണാം. അത് നമുക്ക് ഈ ആഴ്ച നല്ല രീതിയിലൊരു പുൾ ബാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേയുടെ ഒരു OBയിലാണ് നിൽക്കുന്നത്. ഒരു ബിയറിഷ് OBയിലാണ്. ബുള്ളിഷിലേക്ക് കയറിയുകൊണ്ട് ചിലപ്പോൾ മൺഡേ ഒന്നും കൂടി കയറിയിട്ട് ഇറങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു സെല്ല് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ട്രേഡ് അതിന് പറഞ്ഞതുപോലെ തന്നെ യൂറോയിസ്റ്റിക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് വീക്ക്ലി അനാലിസിൽ ഉറപ്പിക്കാവുന്ന ഒരു ട്രേഡ് തന്നെയാണ്. 4 ഹവർ നോക്കുമ്പോൾ ഇവിടെ ഒരു OB ഉണ്ട്. 4 ഹവറിൻ്റെ OBയിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ സെല്ല് ചെയ്യുക. നമുക്ക് 50 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റിൽ ഇവിടെ ഒരു 1 ഹവറിൽ ഇവിടെ ഒരു OB ഉണ്ട്. അപ്പോൾ 1 ഹവർ 4 ഹവർ ഡേ 3 ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ നല്ല റിയാക്ഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ആ റിയാക്ഷൻ എടുക്കുക. ഈ ലിക്വിഡിറ്റിയൊക്കെ എടുക്കുക. ചിലപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ ഇങ്ങനെ രീതിയിൽ എടുക്കുക. ഞാൻ പറഞ്ഞില്ല അപ്പോൾ മൂവ്മെൻറ്റ്സ് ഇച്ചിരി കുറവായിരിക്കും. എന്നാലും എടുക്കാവുന്നതാണ്. അല്ല ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും പുതിയൊരു ബ്രേക്ക് പ്രഷർ ഇവിടെ തരും. എന്നാലും ഒരു പുൾ ബാക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾ മൺഡേ വാച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു ഹൈ പ്രയോറിറ്റി ഇപ്പോൾ നമ്മൾ GBP യൂസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ ഫ്ലിപ്പൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് കയറി എടുത്തോ. നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാവുന്ന ഒരു ട്രേഡാണ്. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളത്. നെക്സ്റ്റ് വീക്ക് ഏകദേശം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം തേഴ്സ്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഗുഡ് ഫ്രൈഡേയും കാര്യങ്ങളും വരുന്നതുകൊണ്ട് മാർക്കറ്റ് ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ പോയി ട്രേഡ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ എന്തായാലും മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. തേഴ്സ്ഡേ ഒക്കെ ആയി കഴിയുമ്പോൾ യൂറോപ്യൻസൊക്കെ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ടൈമിൽ ആഫ്റ്റർനൂണിന് ശേഷം മാർക്കറ്റിൽ നല്ല വോളറ്റലായിരിക്കാം. ചിലപ്പോൾ മൂവ്മെൻറ്റ്സ് ഇല്ലായിരിക്കാം. അതിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പിലൊന്നും കിട്ടിയില്ല. എല്ലാം ബ്രേക്ക് ചെയ്ത് പോകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അതേപോലെ തന്നെ ഈസ്റ്ററാണ് നെക്സ്റ്റ്
സൺഡേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, പഠിച്ച് നല്ല രീതിയിൽ എന്നെപ്പോലെ പ്രൊഫഷണലായിട്ട് ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിട്ട് നമ്മൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് ആണ് തരുന്നത്, MT ആണ് തരുന്നത്. അതേപോലെ തന്നെ കോഴ്സിന് ശേഷം നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് കോപ്പി പോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ആ ട്രേഡുകൾ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ നല്ല ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് മാനേജ്മെൻറ്റും കൂടി സെറ്റ് ആകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന ആശംസകൾ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.